Welcome to Kiddo Heaven. Hi, how are you? How are you? How are you? Hi, how are you? How are you today? How are you today? How are you? All are fine? Okay, today we are going to learn insects. ഇന്ന് നമ്മൾ EVSലെ ഇൻസെക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൊമസ്റ്റിക് ആനിമൽസ് പഠിച്ചു, വൈൽഡ് ആനിമൽസ് പഠിച്ചു, വാട്ടർ ആനിമൽസും പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇൻസെക്ട്സ്. ഓക്കെ, ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇൻസെക്ട്സ് ആർ വെരി സ്മോൾ ആനിമൽസ്. സ്മോൾ ആനിമൽസിനെയാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. സ്മോൾ ആനിമൽസിനെയാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. Some of them have wings to fly. ചില ഇൻസെക്ട്സിന് എന്തുണ്ടായിരിക്കും? പറക്കാന് ചിറകുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻസെക്ട്സ് എന്താണ്? സ്മോൾ ആനിമൽസിനെയാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ചില ഇൻസെക്ട്സിന് പറക്കാന് ചിറകുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അതിലൊരു 6 ഇൻസെക്ട്സിന്റെ നെയിംസ് പഠിക്കാനുണ്ട്. ഞാൻ ഓരോ ഇൻസെക്ട്സിന്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഇൻസെക്റ്റിനെ കാണാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? ഓക്കെ, ഈ ഇൻസെക്റ്റിന്റെ നെയിം എന്താണെന്ന് അറിയോ? ബട്ടർഫ്ലൈ. ഒന്ന് പറഞ്ഞേ, ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ എന്താ? ചിത്രശലഭം, പൂമ്പാറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ബട്ടർഫ്ലൈ. പൂമ്പാറ്റയ്ക്കാണ് എന്ത് പറയുന്നത്? ബട്ടർഫ്ലൈ. ഒന്ന് പറഞ്ഞേ, ബട്ടർഫ്ലൈ. ഓക്കെ, ബട്ടർഫ്ലൈ ഈസ് എ ബ്യൂട്ടിഫുൾ ഇൻസെക്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻസെക്ട് ആണ് ആര്? ബട്ടർഫ്ലൈ. ബ്യൂട്ടിഫുൾ ഇൻസെക്ട് ആണ് ബട്ടർഫ്ലൈ. നോക്കിക്കേ, എന്ത് മനോഹരമാണ് ഈ ബട്ടർഫ്ലൈനെ കാണാൻ. പല പല കളേഴ്സിൽ ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ബ്യൂട്ടിഫുൾ ഇൻസെക്ട് ആണ് ബട്ടർഫ്ലൈ. അത് ഓർത്ത് വെക്കണേ. ഓക്കെ, ഇറ്റ് ഹാസ് 2 സെറ്റ് ഓഫ് വിങ്സ്. ഈ ബട്ടർഫ്ലൈക്ക് എന്താണ്? 2 സെറ്റ് വിങ്സ്, ചിറകുകൾ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? ഈ ബട്ടർഫ്ലൈക്ക് 2 സെറ്റ് ഓഫ് വിങ്സ്, ചിറകുകൾ ഉണ്ട്. ഈ ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അറിയോ? ഇറ്റ് കംസ് ഫ്രം എ കാറ്റർപില്ലർ. പുഴുവിൽ നിന്നാണ് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത്. നമ്മൾ കാണുന്ന പുഴുക്കളിലെ പുഴു, ആ പുഴു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ആയിട്ട് മാറും. പുഴുവാണ് ഈ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബ്യൂട്ടിഫുൾ ഇൻസെക്റ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈയെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇനി അടുത്ത ഇൻസെക്റ്റ് ഏതാ നോക്കിയാലോ? ഈ ഒരു ഇൻസെക്റ്റ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഓക്കെ, ഇതിന്റെ നെയിം എന്താണെന്ന് അറിയോ? നമ്മള് A ലെറ്റർ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണെന്ന് പറഞ്ഞേ? ആന്റ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ആന്റ്. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആന്റ്. ഈ ഇൻസെക്റ്റിന്റെ നെയിം എന്താണ്? ആന്റ്. ആന്റ് എന്ന് വെച്ചാൽ എന്താ? വെരി ഗുഡ്. ഉറുമ്പിനെയാണ് നമ്മള് ആന്റ് എന്ന് പറയുന്നത്. ഉറുമ്പിനെയാണ് ആന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റ് ഈസ് എ സ്മോൾ ഇൻസെക്ട്. ഒരു സ്മോൾ ഇൻസെക്ട് ആണ് ആര്? ആന്റ്. ഒരു സ്മോൾ ഇൻസെക്ട് ആണ് ആര്? ആന്റ്. ഇറ്റ് ഹാസ് 6 ലെഗ്സ്. ഈ ആന്റിന് 6 ലെഗ്സ്, 6 കാലുകളുണ്ട്. ആന്റിന് 6 കാലുകളുണ്ട്. ഓക്കെ, ദേ ആർ ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട്. ഈ ആന്റ്സ് എന്താണ്? ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട് ആണ്. ഓക്കെ, അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ്, ഒരുപാട് ഇൻസെക്ട്സിന്റെ പിക്ചേഴ്സ് തന്നിട്ട് ചോദിക്കുകയാണ്. ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട് നിങ്ങൾ ടിക്ക് ചെയ്യാൻ പറയാണ്. അപ്പൊ നിങ്ങൾ ആരെ ടിക്ക് ചെയ്യണം? ആന്റ്. ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട് ആണ് ആര്? ആന്റ്. ഓക്കെ, ഈ ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട് ആയിട്ടുള്ള ആന്റിനെ ഞാൻ ഈ ബട്ടർഫ്ലൈന്റെ അടുത്ത് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മള് 2 ഇൻസെക്ട്സിനെ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ ഇൻസെക്ട് ആയിട്ടുള്ള ബട്ടർഫ്ലൈ,
ഹാർഡ് വർക്കിംഗ് ഇൻസെക്റ്റ് ആയിട്ടുള്ള ആൻഡ്. ഇനി അടുത്ത ഇൻസെക്റ്റ് ഏതാ നോക്കിയാലോ. ഓക്കെ, കാണുന്നുണ്ടോ? ഈ ഇൻസെക്റ്റിന്റെ നെയിം ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയട്ടെ, എനിക്കറിയാം. പറയട്ടെ, ഹണി ബി. ഒന്ന് പറഞ്ഞേ, ഹണി ബി. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഹണി ബി. ഹണി ബി എന്ന് വെച്ചാൽ എന്താ? ആ തേനീച്ചക്കാണ് ഹണി ബി എന്ന് പറയുന്നത്. തേനീച്ചക്കാണ് ഹണി ബി എന്ന് പറയുന്നത്. ഹണി ബി ഈസ് എ സ്മോൾ ഇൻസെക്ട്. ആന്റിനെ പോലെ സ്മോൾ ഇൻസെക്റ്റ് ആണ് ഏത്? ഹണി ബി. ഇറ്റ് ഹാസ് 6 legs and 2 wings. ഈ ഹണി ബിക്ക് 6 legs ഉണ്ട്, അതുപോലെ 2 വിങ്സും വരുന്നുണ്ട്. 2 ചിറകുകളുണ്ട്, പിന്നെ 6 കാലുകളുണ്ട്. ആർക്ക്? ഹണി ബിക്ക്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഇൻസെക്റ്റിനെ ഹണി ബി എന്ന് പറയുന്നത്? ഈ ഹണി ബി നമുക്ക് എന്ത് തരുന്നുണ്ട്? ഹണി തരുന്നുണ്ട്, തേന് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹണി ബി എന്ന് പറയുന്നത്. ഹണി ബി ഗിവ്സ് us ഹണി. ഹണി ബി നമുക്ക് എന്ത് തരുന്നുണ്ട്? ഹണി, തേന് തരുന്നുണ്ട്. അത് ഓർത്ത് വെക്കണേ. ഹണി ബി ഗിവ്സ് us ഹണി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഹണി തരുന്ന ഹണി ബിയെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മള് 3 ഇൻസെക്ട്സ് പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ബട്ടർഫ്ലൈ, ആൻഡ്, ഹണി ബി. ഓക്കെ, ഇനി അടുത്ത ഇൻസെക്ട് ഏതാ നോക്കാം. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഇൻസെക്ട് ആണ് അല്ലെ, അപകടകാരിയായ ഒരു ഇൻസെക്ട് ആണ് ഇത്. ഇതിന്റെ നെയിം നിങ്ങൾക്ക് അറിയോ? ഞാൻ പറയട്ടെ, മൊസ്കിറ്റോ. മൊസ്കിറ്റോ, മൊസ്കിറ്റോ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, മൊസ്കിറ്റോ. മൊസ്കിറ്റോ എന്ന് വെച്ചാൽ എന്താ? കൊതുകിനെയാണ് മൊസ്കിറ്റോ എന്ന് പറയുന്നത്. കൊതുകിനെയാണ് മൊസ്കിറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, മൊസ്കിറ്റോസ് ക്യാൻ സ്പ്രെഡ് ഡിസീസസ്. ഈ മൊസ്കിറ്റോസിന് എന്താ? രോഗങ്ങള്, അസുഖങ്ങള് പരത്താൻ കഴിയും. മൊസ്കിറ്റോസ് എന്താ? സ്പ്രെഡ് ഡിസീസ് ആണ് അല്ലെ. എന്താണ്? ഈ മൊസ്കിറ്റോസിന് രോഗങ്ങൾ പരത്താൻ കഴിയും. മൊസ്കിറ്റോസ് ലീവ്സ് ഇൻ എ വാട്ടർ. മൊസ്കിറ്റോസ് എവിടെയാണ് ഉണ്ടാവുക? വെള്ളത്തിലാണ് മൊസ്കിറ്റോസ് വളരുന്നത്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റിലും ചിരട്ടയിലും കുപ്പികളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. ആ വെള്ളത്തില് മൊസ്കിറ്റോസ് വളരും, എന്നിട്ട് നമുക്ക് രോഗങ്ങൾ പരത്തും. അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ? മഴ പെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചിരട്ടകളിലും കുപ്പികളിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് അതില് മൊസ്കിറ്റോസ്, കൊതുകുകൾ വളരും, എന്നിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ, ഈ മൊസ്കിറ്റോസ് നമ്മളെ എന്താണ് ചെയ്യുക? ഈ മൊസ്കിറ്റോസ് നമ്മളെ കണ്ടാൽ നമ്മുടെ രക്തം കുടിക്കും അല്ലേ. മൊസ്കിറ്റോസ് രക്തം കുടിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്പ്രെഡ് ഡിസീസ് ആയിട്ടുള്ള മൊസ്കിറ്റോയെ ഇവിടെ ഒട്ടിച്ചു. ഓക്കെ, ഇനി അടുത്ത ഇൻസെക്ട് ഏതാ നോക്കാം. ഈ ഒരു ഇൻസെക്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് നെയിം ഒന്ന് പറഞ്ഞേ? അത് തന്നെ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. സ്പൈഡർ. സ്പൈഡർ. സ്പൈഡർ എന്ന് വെച്ചാൽ എന്താ? 8 കാലിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈഡർ. 8 കാലിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈഡർ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. 8 കാലിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈഡർ. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. 8 കാലിക്കാണ് സ്പൈഡർ എന്ന് പറയുന്നത്. ഇൻസെക്റ്റിന് എന്താ പറയാ? സ്പൈഡർ. ഓക്കെ, സ്പൈഡർ സ്പൈൻ വെബ്സ് ടു ക്യാച്ച് സ്മോൾ ഇൻസെക്ട്. ഈ സ്പൈഡർ സ്മോൾ ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വെബ്സ് എന്താ? വല കെട്ടും. നിങ്ങൾ സ്പൈഡറിന്റെ വെബ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ആ വെബ് കെട്ടുന്നത് എന്തിനാണ്? ഇതിനെ സ്മോൾ ഇൻസെക്റ്റിനൊക്കെ കഴിക്കണം. അപ്പൊ അത് വെബ് കെട്ടും. ആ വെബിൽ സ്മോൾ ഇൻസെക്റ്റ് കുടുങ്ങും, എന്നിട്ട് അതിനെ ഈ സ്പൈഡർ കഴിക്കും. ഓക്കെ, മനസ്സിലായില്ലേ?
ഈ സ്പൈഡർ എവിടേക്കാണ് വെബ് കെട്ടുന്നത്? നമ്മുടെ വീടിന്റെ കോർണേഴ്സ്, ചുമരിന്റെ ആ ഒരു മൂലയിലൊക്കെ സ്പൈഡർ വെബ് കെട്ടും, വല കെട്ടും. പിന്നെ മരത്തില് സ്പൈഡർ വെബ് കെട്ടും. പിന്നെ ബുഷസ് ഇല്ലേ, പ്ലാന്റ്സ്, അതിലൊക്കെ സ്പൈഡർ വെബ് കെട്ടും. ഓക്കെ, അപ്പൊ ഞാന് ഈ സ്പൈഡറിനെ ഇവിടെ ഒട്ടിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മള് 5 ഇൻസെക്ട്സിന്റെ നെയിംസ് പഠിച്ചല്ലോ. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ബട്ടർഫ്ലൈ, ആന്റ്, ഹണി ബീ, മോസ്കിറ്റോ, സ്പൈഡർ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇൻസെക്ട്സ് ഏതാ നോക്കിയാലോ. ഈ ഇൻസെക്റ്റിന്റെ നെയിം എന്താണെന്നറിയോ? ഡ്രാഗൺ ഫ്ലൈ. ഒന്ന് പറഞ്ഞേ, ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ എന്താ? തുമ്പിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഗൺ ഫ്ലൈ. തുമ്പിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? തുമ്പില്ലേ, ആ തുമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഗൺ ഫ്ലൈ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഡ്രാഗൺ ഫ്ലൈ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ ആരാ? തുമ്പി. തുമ്പിനെയാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത്. ഡ്രാഗൺ ഫ്ലൈ ഹാസ് 6 legs and 2 set of long wings. ഈ ഡ്രാഗൺ ഫ്ലൈക്ക് എന്തൊക്കെയുണ്ട്? 6 legs, 6 കാലുകളുണ്ട്. പിന്നെ 2 സെറ്റ് നല്ല നീളമുള്ള ചിറകുകളുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഡ്രാഗൺ ഫ്ലൈന്റെ ലോങ് വിങ്സ്? നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഈ ഡ്രാഗൺ ഫ്ലൈ എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? ഡ്രാഗൺ ഫ്ലൈ live near water. വെള്ളത്തിനടുത്താണ് ഡ്രാഗൺ ഫ്ലൈ വളരുന്നത്. ഓക്കെ, ഈ ഡ്രാഗൺ ഫ്ലൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? ഡ്രാഗൺ ഫ്ലൈ ക്യാൻ ഫ്ലൈ വെരി ഫാസ്റ്റ്. നല്ല ഫാസ്റ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഏത്? ഡ്രാഗൺ ഫ്ലൈ. വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, അപ്പൊ ഞാന് ഈ ഇൻസെക്റ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈനെ ഇവിടെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മള് എത്ര ഇൻസെക്ട്സിന്റെ നെയിംസ് പഠിച്ചു? 6 ഇൻസെക്ട്സിന്റെ നെയിംസും നമ്മളിപ്പോ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ബട്ടർഫ്ലൈ, ആന്റ്, ഹണി ബീ, മോസ്കിറ്റോ, സ്പൈഡർ, ഡ്രാഗൺ ഫ്ലൈ. വെരി ഗുഡ്. ഈ 6 ഇൻസെക്ട്സിന്റെ നെയിംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ഇതിലുള്ള ഏത് ഇൻസെക്ട്സിന്റെ പിക്ചർ കണ്ടാലും നിങ്ങൾക്ക് അതിന്റെ നെയിം പറയാൻ കഴിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 6 ഇൻസെക്ട്സിന്റെ നെയിംസും നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഈ ഭാഗത്തുനിന്ന് എക്സാമിന് ടിക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെയെന്നറിയോ? ഇങ്ങനെ ഒരുപാട് ഇൻസെക്ട്സിന്റെ പിക്ചേഴ്സ് തന്നിട്ട് ചോദിക്കുകയാണ്. ഇതിലെ ബ്യൂട്ടിഫുൾ ഇൻസെക്ട് ഏതാണ്? ബട്ടർഫ്ലൈ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എക്സാമിന് ബ്യൂട്ടിഫുൾ ഇൻസെക്ട് ചോദിക്കുമ്പോൾ ബട്ടർഫ്ലൈന്റെ പിക്ചറിന് നേരെ ടിക്ക് ചെയ്യാം. പിന്നെ ചോദിക്കാണ്, വിച്ച് ഇൻസെക്ട് ഗിവ്സ് അസ് ഹണി? ഇതിൽ ഏത് ഇൻസെക്ട് ആണ് നമുക്ക് ഹണി, തേന് തരുന്നത്? ഇതിൽ ഏത് ഇൻസെക്ട് ആണ് തേന് തരുന്നത്? ഹണി ബി ആണ് അല്ലേ? അപ്പൊ ഹണി ബിയെ ടിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിക്കാണ്, വിച്ച് ഇൻസെക്ട് സ്പ്രെഡ് ഡിസീസസ്? രോഗങ്ങൾ പരത്തുന്ന ഇൻസെക്ട് ഇതിൽ ഏതാണ്? രോഗങ്ങൾ പരത്തുന്ന ഇൻസെക്ട് ഇതിൽ ഏതാണ്? മോസ്കിറ്റോ. അപ്പൊ മോസ്കിറ്റോസിന്റെ പിക്ചറിന് ടിക്ക് ചെയ്യാം. പിന്നെ ചോദിക്കാണ്, ഇതില് ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട് ഇതിൽ ഏതാണ് ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട്? ആന്റ് ആണ് അല്ലേ? ആന്റ് ആണ് ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട്. അപ്പോ ആന്റിന് ടിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ 6 ഇൻസെക്ട്സിന്റെ നെയിംസും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ അത് ഏത് ഇൻസെക്റ്റ് ആണെന്ന് പറയാൻ കഴിയണം. പിന്നെ 4 ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, 4 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ബ്യൂട്ടിഫുൾ ഇൻസെക്റ്റ് ആരാണ്? ബട്ടർഫ്ലൈ. വിച്ച് ഇൻസെക്ട് ഗിവ്സ് us ഹണി? നമുക്ക് ഹണി തരുന്നത് ഏത് ഇൻസെക്റ്റ് ആണ്? ഹണി ബീ. ആ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ടല്ലേ, വിച്ച് ഇൻസെക്ട് ഗിവ്സ് us ഹണി? ഹണി എന്ന് കേട്ടാൽ അതിന്റെ ഉത്തരം എന്താണ്? ഹണി ബീ. ഓക്കെ, പിന്നെ ഹാർഡ് വർക്കിംഗ് ഇൻസെക്ട് ഏതാണ്? ആന്റ്. ഓക്കെ, വിച്ച് ഇൻസെക്ട്
സ്പ്രെഡ് ഡിസീസസ്, രോഗങ്ങൾ പരത്തുന്ന ഇൻസെക്ട് ഏതാണ്? മൊസ്കിറ്റോ. അപ്പോ ഈ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. 6 ഇൻസെക്റ്റിന്റെ നെയിംസും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.